ശതോത്തരം ശതം സർവസിദ്ധിപ്രദാതാരം സർവമൃത്യുനിവാരണം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത നിത്യപാരായണം. ഇന്ന് ദശമസ്കന്ധത്തിലെ 84-ാമത്തെ അധ്യായം. ആ ശമന്ത പഞ്ചകത്തിൽ വസുദേവരുടെ അപേക്ഷപ്രകാരം യാഗം നടത്തുന്നതും എല്ലാവരും കൂടി ആ യാഗത്തിൽ പങ്കെടുക്കുന്നതും എല്ലാവരും പരസ്പരം ഋഷിമാരൊക്കെ വരുന്നതും പരസ്പരം സംഗമിക്കുന്നതും പിന്നീട് എല്ലാവരും പിരിഞ്ഞു പോകുന്നതുമാണ് ഈ അധ്യായത്തിൽ പരാമർശിക്കുന്നത്. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമദ് മഹാഭാഗവത പ്രാർത്ഥനാ ശ്ലോകങ്ങൾ. ഓം തത്സത്. ഓം സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവാത്. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോऽസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. രഥോ മദീയോയം സഫലഃ സർവദാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോഹം തവ കേശവ. ശുഗരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതത് കഥാ പ്രകാശേന മദജ്ഞാനം വിനാശയ. ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണ കീർത്തന യദുത്തമോത്തമ ശ്ലോക നാരായണ നമോസ്തുതേ. ഭവേ ഭവേ യദാ ഭക്തി പാദയോസ്തവ ജായതേ തദാ കുരുഷ്വ ദേവേശ നാദസ്തം നോ യദ പ്രഭോ. നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം വരം. തം നമാമി ഹരിം വരം. ഓം തത്സത്. ഭാഗവത വന്ദന ശ്ലോകങ്ങൾ. ഓം ജന്മദസ്യേതോന്നയാദിതരത് ചാത്വേഷ വിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവയെ മുഹ്യന്തി വിനിമയോ യത്ര ത്രിസർഗോ വൃഷാ ദാനാസേന സദാ നിരസ്തം സത്യം പരം ധീമഹി. സത്യം പരം ധീമഹി. ധർമ്മപ്രോജിത കൈതഗോത്ര പരമോ നിർമത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവതം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുത്തദേത്ര കൃതിഭി ശുശ്രൂഷിഭി തക്ഷണാത്. നിഗമകൽപതരോദ്ഗളിതം ഫലം ശുഗമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ വിഭാവുകാ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം ദശമസ്കന്ധത്തിലെ 84-ാമത്തെ അധ്യായം. സമന്ത പഞ്ചകത്തിൽ യാഗം നടത്തുന്നതും എല്ലാവരും പരസ്പരം സംസാരിച്ച് തിരിച്ചു പോകുന്നതുമൊക്കെയാണ്. ഓം തത്സത്. അത ദശമസ്കന്ധ ചതുരശീതിതമോധ്യായഃ. ശ്രീശുകോ ഉവാച ശ്രുത്വാ പുതാ സുബലപുത്രേണീ മാധവ്യദക്ഷിതി പവജ്ഞത് ഉദ സ്വഗോഭ്യ. കൃഷ്ണേഖിലാത്മനി ഹരോ പ്രണയാനുബന്ധം സർവാവിശിസ്മരുലയ. ഓം ശ്രീകൃഷ്ണായ നമഃ. സർവാവിശിസ്മിരമശ്രുകലാകുലാക്ഷ്യ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഭഗവതേ വാസുദേവായ. ഇതി സംഭാഷമാണാസു സ്ത്രീവിസ്ത്രീഷു നിവൃന്നിഷു ആയയോ മുനിയസ്തത്ര കൃഷ്ണരാമതി ദീക്ഷയാ. ദ്വൈപായനോ നാരദശ്ച ചവനോ ദേവലോസിത വിശ്വാമിത്രസ്യ ദാനന്ദോ ഭരദ്വാജോ സ ഗൗതമഃ. രാമ
സശിഷ്യോ ഭഗവാൻ വസിഷ്ഠോ കാലവോ ഭൃഗോ പുലസ്ത്യ കശ്യപോ ത്രിച്ച മാർത്താണ്ഡേയോ ബൃഹസ്പതി. ഓം ശ്രീകൃഷ്ണായ നമ. അവിടെ വന്നു നിൽക്കുന്ന മുനിമാരുടെയൊക്കെ പേരാണ് പറയുന്നത്, ഋഷിമാരുടെയും മുനിമാരുടെയും. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. വിതസ്ഥിതശ്ചൈകദശ്ച ബ്രഹ്മപുത്ര സദാംഗിര അഗസ്ത്യോ യാജ്ഞവൽക്യശ്ച വാമദേവാദയോ പരേ. താൻ ദൃഷ്ട്വാ സഹസോത്ഥായ പ്രാഗാസീന നിർവാദയ പാണ്ഡവാ കൃഷ്ണരാമോ ചക്ഷണേമു വിശ്വവന്ദിതാൻ. കാനാനക്ഷൂര്യഥാ സർവേ സഹരാമോച്യുതോർച്ചയത് സ്വാഗതാസനവാദ്യാർഘ്യ മാല്യധൂപാനുലേപനൈ. ഉവാച സുഖമാസേനാൻ ഭഗവാൻ ധർമ്മഗുപ്തനോ സദസ്തസ്യ മഹതോ യഥവാചോനുശൃണ്വത. ഭഗവാൻ എല്ലാവരെയും യഥാവിധി അർച്ചനയൊക്കെ ചെയ്ത് സ്വീകരിച്ചു എന്നാണ് പറഞ്ഞത്. ഭഗവാൻ നമുക്കെല്ലാം മാതൃകയാക്കി കാണിച്ചു തരികയാണ്. ശ്രീ ഭഗവാൻ വാച അഹോ വയം ജന്മഭൃതോ ലബ്ധം കാർഷീന തത്ഫലം ദേവാനാമപി ദുഷ്പ്രാപം യദ്യോഗൈശ്വര ദർശനം. കിം സ്വൽപതമസാം ന്യൂനം അക്ഷായം ദേവചക്ഷുഷാം ദർശനസ്പർശന പ്രശ്ന പ്രഭുപാദർശനാധികം. നഹ്യമ്യാനി തീർത്ഥാനി ന ദേവാം ശിലാമയാ തേ പുനന്ദുരുകാലേന ദർശനാദേവ സാധവഃ. സൂര്യോ ന ചന്ദ്രതാരകാ ന ഭൂർജലം ഖം ശ്വസനോധവാഗ്മന ഉപാസിതാഖേതകൃതോ ഹരന്യകം വിഭസ്സിതോ ഘ്നന്തി മുഹൂർത്തസേവയാ. മഹർഷിമാരെ കാണുന്നത് എത്രമാത്രം പുണ്യമാണ് എന്ന് പറയുകയാണ് ഭഗവാൻ. അവർ എല്ലാറ്റിലും വെച്ച് ഉന്നതരാണ്, തീർത്ഥത്തിനേക്കാളും മുഖ്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹർഷിമാരെ വർണ്ണിക്കുകയാണ്. ഓം ശ്രീകൃഷ്ണായ നമ. യസ്യാത്മബുദ്ധി ഗുണഭേദാതുകി സ്വദീകളത്രാദിഷു ഭൗമയിജ്യതി യത്തീർത്ഥബുദ്ധി സലിലേന കർഹിചി ജനേഷു വിജ്ഞേഷു സ ഏവ ഘോഖര. ശ്രീശുഗോവാച നിസംയത്തം ഭഗവത കൃഷ്ണസ്യാകുണ്ഠമേധസ വജോ ദുരന്വയം വിപ്രാസ്തൂഷ്ണീമാസൻ പ്രമധ്യ. ചിരം വിമൃശ്യ മുനയ ഈശ്വരസ്യേഷിതവ്യതാം ജനം സംഗ്രഹ വിദ്യൂജു സ്മയന്തസ്തം ജഗദ്ഗുരും. മുനയോജു തന്മായയാ തുദ്വിദുദ്ധമാവയം വിമോഹിതാ വിശ്വപ്രജാമതീശ്വരാ യദീശിത ന്യായതി ഗൂഢ ഈവ ഈകയാ അഹോ വിചിത്രം ഭഗവദ്വിജയം. ഭഗവാന്റെ മായയെക്കുറിച്ച് മുനിമാർ പറയുകയാണ്. ഭഗവാൻ തന്നെ തങ്ങളെ ഇത്ര ഉയർത്തി പറയുമ്പോൾ നിന്റെ മായയാണ് എല്ലാം, നീ തന്നെയാണ് സർവസ്വവും എന്ന് പറഞ്ഞ് മുനിമാർ തിരിച്ചു മറുപടി പറയുന്ന ഭാഗമാണ്. അനീഹയേതദ് ബഹുദൈക ആത്മന സുജത്യവത്യത്തിന ബധ്യതേയഥാ ഭൗമിർഹി ഭൂമിർ ബഹുനാമരൂപിണി അഹോ വിഭൂമ്നശ്ചരിതം വിഡംബനം. അഥാ വികാലേ സ്വജനാഭിഗുപ്തയേ വിപശ്യ സത്വം ഫലനിഗ്രഹായ ച സ്വലീലയാ വേദപഥം സനാതനം വർണ്ണാസമാത്മാ പുരുഷപരോ ഭവാൻ. ബ്രഹ്മദേ ഹൃദയം ശുക്ലം തപസ്സാധ്യായ സംയമേ യത്രോപലബ്ധം സദ്വൃത്യ അവ്യക്തം ച തതഃപരം. തസ്മാത് ബ്രഹ്മകുലം ബ്രഹ്മൻ സഹസ്രയോനിസ്ത്വമാത്മനാ സഭാജയസി സത്താ തദ്ബ്രഹ്മണ്യാഗ്രണീ ഭവാൻ. അജ്ഞനോ ജന്മ സാഫല്യം വിദ്യയാ തപസോ ദൃശാ ത്വയാ സംഗമ്യ സദ്ഗത്യ യദന്തശ്രേയസാംബരാ. നമസ്തസ്മൈ ഭഗവതേ കൃഷ്ണായ ഗുണ്ഠമേധസേ സ്വയോഗമായാച്ഛന്നം മഹിംനേ പരമാത്മനേ. ഭഗവാന്റെ മഹത്വം മുനിമാർ പറയുകയാണ്. ഭഗവാനെ ദർശിക്കാൻ സാധിച്ചത് തന്നെ തങ്ങൾക്ക് മഹാഭാഗ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ സ്തുതിക്കുകയാണ്. നമസ്തസ്മൈ ഭഗവതേ കൃഷ്ണായ കുണ്ഠമേധസേ സ്വയോഗമായാച്ഛന്നം മഹിംനേ പരമാത്മനേ. നമസ്തസ്മൈ ഭഗവതേ കൃഷ്ണായ കുണ്ഠമേധസേ സ്വയോഗമായാച്ഛന്നം മഹിംനേ പരമാത്മനേ. നയം വിദന്ധ്യമീ ഭൂപ ഏകാരാത്മാശ്ച വിഷ്ണയാ മായാജവനികാച്ഛന്ന ആത്മാനം കാലമീശ്വരം. യഥാ ശയാന പുരുഷ ആത്മാനം ഗുണതത്വദൃക് നാമമാത്രേന്ദ്രിയാഘാതം ന
വേദരഹിതം പരം ഏവം ത്വം നാമ മാത്രേഷു വിഷയേന്ദ്രിയൈകയാ മായയാ വിഭ്രമച്ചിത്തോ ന വേദസ്മൃത്യുപപ്ലവാത് തസ്യാദ്യതേ ദദശിവം ഗൃമഘൗഘമശ്ര ചിത്താസ്പദം ഹൃദിഗിതം സുവിഭക്വയോഗൈ ഉത്സിക്തഭക്തിബഹദാശയ ജീവകോശ ആഹോൻഭവത്കതിമധോനുഗൃഹാണ ഭക്താൻ. ശ്രീശുഗോവാച ഇത്യനുജ്ഞാപ്യ നാശാർത്ഥം ധൃതരാഷ്ട്രം യുധിഷ്ഠിരം രാജശ്രേ സ്വാശ്രമാൻ ബന്ധും മുനിയോ ദധിരേ മനഃ. തദ്വേക്ഷരാനുപവ്രജ്യ വസുദേവോ മഹായശ പ്രണമ്യ ചോപസംഗൃഹ്യ ബഭാഷേണം സുയന്തിരാ. ഓം ശ്രീകൃഷ്ണായ നമ. വസുദേവ ഉവാച നമോ സർവദേവേഭ്യ ഋഷയഃ ശ്രോതുമർഹത കർമ്മണാ കർമ്മ നിർധാരോ യഥാസ്യാന്നസ്തദുച്യത. നാരദോവാച നാദിചിത്തമിദം വിപ്രാ വസുദേവോ ബുഭുത്സയ കൃഷ്ണം മത്വാഭഗം യെന്ന പൃച്ഛതി സേ ആത്മനാ. സന്നികർഷോ ഹിമത്യാനാം അതാ അനാദരണകാരണം ഗാംഗം ഹിത്വാ യഥാജ്ഞാം തത്രയോ തത്രത്യോ യാതിശുദ്ധയേ. തസ്യാനുഭൂതികാലേന ലയോൽപത്യാദിനാസ്യ വൈ സദോന്യസ്മാച്ച ഗുണദോ ന പുനശ്ചനരിഷ്യതി. ഭഗവാൻ തന്നെ പുത്രനായി ലഭിച്ചിട്ട് വസുദേവർക്ക് അത് അറിയുന്നില്ല. അത് പറയുകയാണ് നാരദർ. തം ക്ലേശ കർമ്മ പരിപാക ഗുണപ്രവാഹി അവ്യാഗതാനുഭവീശ്വരമദ്വിതീയം പ്രാണാധിഭിസവിഭവൈ ഗൂഢമന്യോ മന്യേത സൂര്യമിവ മേഘഹിമോപരാഗൈ. അധോ ജന്മുനിയോ രാജന്നാഭാഷ്യാനഗദുന്ദുഭിം സർവേഷാം സുനദം രത്നം തഥൈവച്യുതരാമയോ. കർമ്മണാ കർമ്മ നിർഹാര ഏഷ സാധു നിരൂപിത യശ്രദ്ധയാ യജേദ്വിഷ്ണു സർവയജ്ഞേശ്വരം മഹേ. നിത്യശോഭസമോയം വൈ കവിഭിശാസ്ത്രചക്ഷുഷാ ദർശിത സുഗമോ യോഗോ ധർമ്മസ്യാത്മ മുദാവഹ. ഓം ശ്രീകൃഷ്ണായ നമ. യയം സ്വസ്തേന ബന്ധാദിജാതീർഘമേദിന യശ്രദ്ധയാപ്തവിത്തേന ശുക്ലേനേജ്യേത പൂരുഷം. വിത്തേഷണാം യജ്ഞദാനഗൃഹീദ്ദാരസുദേഷണാം ആത്മലോകേഷണാം ദേവ കാലേന വിസൃജേദ്ബുധ ഗ്രാമേ തിക്തേഷണാ സർവേ യുന്ധിരസ്തപോവനം. ൃണൈസ്ത്രീഭിർദ്വിജോമയാദോ ദേവർഷി പിതॄണാം പ്രഭോ യജ്ഞാധ്യയന പുത്രൈസ്ത്യാന്യനീസ്തീര്യ ത്യജൻപദേത്. ത്വം തദ്യമുക്തോ ദ്വാഭ്യാം വൈ ഋഷിപിതॄർമഹാമതേ യജ്ഞൈർദേവർഗുണ മുന്മുച്ച്വാ നിര്യമോ ശരണോ ഭവ. ഓം ശ്രീകൃഷ്ണായ നമ. വസുദേവ ഭവാൻ നൂനം ഭക്ത്യാ പരമയാ ഹരിം ജഗദാമീശ്വരം പ്രാച്ച സയദ്വാം പുത്രതാം ഗത. ശ്രീശുഗോവാച ഇതി തദ്വചനം സ്വസ്വാ വസുദേവോ മഹാമനാ താനിഷിന്യത്ജ്യോതിവ്രേ മുദ്രാനാമ്യപ്രസാദ്യ ച. ന ഏനം ഋഷയോ രാജൻ വൃഥാധർമ്മേണ ധാർമ്മികം തസ്മിന്നയാജയൻ ക്ഷേത്രേ മകൈരുത്തമകൽപകൈ. തദ്ഭീക്ഷായം പ്രവൃത്തായാം കൃഷ്ണയ പുഷ്കരസ്രജാ സ്നാതാ സുവാസസോ രാജൻ രാജാനസൃഷ്ടലം കൃതാ. ഭഗവാൻ തന്നെ പുത്രനായിട്ടുണ്ടായിട്ടും യാഗം നടത്തിയതുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ചേർന്ന് യാഗം മഹാഗംഭീരമായിട്ട് അവിടെ സമന്തപഞ്ചകത്തിൽ നടത്തുകയാണ് മഹർഷി മുനിമാരുടെ സാന്നിധ്യത്തിൽ. തന്മഹിഷ്യശ്ച മുദിത നിഷ്കണ്ഠ്യ സുവാസസ ദീക്ഷാശാലാമുപാജഗ്മുർ ലാലിപ്താ വസ്തുപാണയാ. നേതും മുദംഗപടഃ ശംഖവേദാനഗാദയ അനതും നടനർത്തക്യ സുഷ്ടുഃ സുതമാഗധാ. ഒരു വരിയും കൂടെ ഉണ്ട്. ഓജഗുസ്സു കണ്ഠ്യോ ഗന്ധവ്യ സംഗീതം സമഭർതൃക. തമഭ്യഷിഞ്ചൻ വിധിവദക്ത അഭ്യക്താം ഋത്വിജ പത്നീഭിരാഷ്ടാദശഭി സോമരാജ വിഗോഡുഭി. താഭിർദുകൂലവലയൈർ ഹാരനോപുരകുണ്ടലൈ സ്വലംകൃതാഭിർവിഭവോ ദീക്ഷിതോ ജനസംവൃതാ. യാഗം നടത്തിയ വിശേഷങ്ങളൊക്കെ പറയും. യാഗത്തിന്റെ വിശേഷങ്ങളാണ് പാരായണം ചെയ്യുന്നത്. തസ്യ ദ്വിജോ മഹാരാജ രത്നകൗശേയവാസസ
സസദസ്യ വിരേജുസ്തേ യഥാ വൃത്രഹണോദ്വരേ തഥാ രാമശ്ച കൃഷ്ണശ്ച സ്വൈ സ്വൈ ബന്ധുവിരന്യുതോ രേജതു സുസുദേദ്ധാരെ ജീവേശ സ്വവിഭൂതിഭിः ഈജേനു യജ്ഞം വിധിന അഗ്നിഹോത്രാദിലക്ഷണൈ പ്രാകൃതൈ വൈകൃതൈ യജ്ഞൈർ ദിവ്യജ്ഞാനക്രിയേശ്വരം തത്കാലേ യഥാനാദം സലക്ഷനാം സ്വാസ്വരം കൃദേഭ്യോ അലങ്കൃത്യ കന്യാമാതനാ. യഥാവിധി യജ്ഞം നടത്തിയിട്ട് എല്ലാവർക്കും വേണ്ട വിധത്തിൽ ദക്ഷിണകളും ഒക്കെ നൽകി. പത്നി സംയാജവാഭൃതി ചരിത്വാദേ മഹർഷയ സസ്നുരാമ വിപ്രായജമാന പുരസ്സരാഃ സ്നാദോലങ്കാരവാസാംസി വന്യഭ്യോ തഥാശ്രിയ തതസ്ഥലംകൃതോ വർണ്ണാനശ്യഭ്യോന്നേന പൂജയേത് ബന്ധൂൻ സദാരാൻ സസുതാൻ പാരിവർഹ്യേണ ഭൂയസാ വിദർഭകോസല കുരൂൻ കാശികേകയാ സഞ്ജയൻ സ്വരഗണ നൃഭൂത പിതൃചാരണാൻ ഓം ശ്രീകൃഷ്ണായ നമഃ. അവിടെ സന്നിഹിതരായിരുന്നവരുടെയൊക്കെ പേര് പറയുകയാണ്. എല്ലാവരെയും യഥാവിധം സ്വീകരിച്ച് യാത്രയാക്കി എന്ന് പറയുന്നു. നാരദോ ഭഗവാൻ വ്യാസ സുഹൃൽ സംബന്ധി ബാന്ധവാ ബന്ധൂൻ പരിഷ്യജ്യ യദുൻ സഹൃദക്ലിന്ന ചേതസ യയോം വിരഹകൃച്ഛേണ സ്വദേശം ചാപരേ ജന നന്ദസ്തു സഹ ഗോപാലേ പൂജയാർച്ചിത കൃഷ്ണരാമോ ഉഗ്രസേനാബ്ദീർ നവാസീത് ബന്ധുവത്സലാം മനോരഥമഹാർണവം സുഹൃദൃത തന്റെ ആഗ്രഹം സാധിച്ചതിൽ വളരെയേറെ സന്തുഷ്ടനായ വസുദേവൻ നന്ദന്റെ കൈപിടിച്ച് പറയുകയാണ്. വസുദേവോവാച ഭ്രാതരീശകൃതപാശോ നൃണാമ്യ സ്നേഹസംഹിത തം ദുശ്ചജമഹം മന്യേ ശൂരാണാം അഭിയോഗിനാം അസ്മാസ്വപ്രതികൽപ്പേയം യത്കൃതാത്മേഷു സത്തമൈ മൈത്യർപ്പിതഫലാപി ന നിവർത്തേത കർഹിചിത് രാഗകൽപ്പാച്ച കുശലം ഭ്രാതർവോ നാചരാമഹി അധുനാ ശ്രീമദാന്താക്ഷ ന പശ്യാമ പുരസ്സദഃ രാജ്യശ്രീരഭൂത് പുംസ ശ്രേയസ്കാമസ്യ മാനദാ സ്വജനാനുദബന്ധൂൻ വാ ന പശ്യതി ഹേയാന്തർദൃ. ശ്രീശുഗോവാച ഏവം സുഹൃദസൈതില്യ ചിത്ത ആനഗദുന്ദുഭി വിരോധത്തകൃതാം മൈത്രീ സ്മരന്നശ്രു വിലോചന നന്ദസ്സു സഖ്യപ്രേണ ഗോവിന്ദ രാമയോ അതുഷ ഇതി മാം സംസ്ഥേ അദ്യശ്വ ഇതി മാം സംസ്ഥേ യധുവിന്മാനിതോ വസത് തദക്കാമേ പൂജ്യമാണ സ്വഗ്രജ സഹബാന്ധവ പരാഭ്യാഭരണക്ഷൗമ ജ്ഞാനാനർഘ്യ പരീക്ഷതേ വസുദേവോഗ്ര സേനാഭ്യാം കൃഷ്ണോദ്ഭവ ബലാദിഭി ദത്തമാദായ പാരിബർഹം യാഭിഭൂയയോ നന്ദോ ഗോപാശ ഗോപിശ്ച ഗോവിന്ദ ചരണാംബുജേ മനഃക്ഷിപ്തം പുനർകർത്തും അനിശാമപുരാമയോ ബന്ധുഷു പ്രതിയാദേശു കൃഷ്ണയ കൃഷ്ണദേവതാ വീക്ഷ്യ പ്രാവൃഷമാസന്നാം യയോദ്വാരമതിമുന ജനേഭ്യ കഥയാ ചക്രു യദുദേവ മഹോത്സവം യഥാസീത് തീർത്ഥയാത്രായാം സുഹൃത്സന്ദർശനാധികം. ഓം തത്സത്. ഇത് ശ്രീമദ് മഹാഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യ സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ തീർത്ഥയാത്രാനുവർണ്ണനം നാമ ചതുർദശീതിതമോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് മഹാഭാഗവത കീർത്തനത്തോടെ ഇന്നത്തെ ഭാഗവത പാരായണം ഭഗവാന്റെ തൃക്കാലത്ത് സമർപ്പിക്കുകയാണ്. ഓം തത്സത്.
ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത കിങ്കിണി പദകമല കൃഷ്ണ കങ്കണ കലയുകള കുങ്കുമ പങ്കില വക്ഷസ്ഥലവര കുവലയദള നീല ദേവാ ജയ ജയ ഭാഗവത ഗതിനവനീരഹര കൃഷ്ണ കരുണീ ചിത്തഹര ദയയാ പാലയ ദാമോദര ഹരി തുളസീദാമധര ദേവാ ജയ ജയ ഭാഗവത ഗോവർദ്ധനധരണ കൃഷ്ണ ഗോപീജനരമണ കോമള പല്ലവ സുന്ദര ചരണ കോകില മധുവചന ദേവാ ജയ ജയ ഭാഗവത നന്ദകുമാര ഹരേ കൃഷ്ണ നാരദ ഗീത ഗുണ നാരായണ വര ഭട്ടതിരീകൃത സ്തുതിവര ശുഭ ഫലദ ദേവാ ജയ ജയ ഭാഗവത പൂന്താന പ്രിയ ഹേ കൃഷ്ണ വൃന്ദാവന രസിക പ്രേമിക ഭാവുക മണ്ഡല പൂജിത പാദസരോജയുഗ ദേവാ ജയ ജയ ഭാഗവത ജയ ജഗദീശ ഹരേ കൃഷ്ണ ജയ ജഗദീശ ഹരേ ജയ ഗുരുമാരുത മന്ദിരനാഥ ജയ ജഗദീശ ഹരേ ദേവാ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശങ്കരാചാര്യ വിരചിത വിഷ്ണു ഭുജംഗ പ്രയോഗത്തോടുകൂടി പാരായണം ഭഗവാന്റെ തൃക്കാലത്ത് സമർപ്പിക്കുന്നു. ഓം തത്സത്. ഇദം ശംഇദം നിർമ്മലം നിർവികൽപം നിരീഹം നിരാകാരമോങ്കാരഗമ്യം ഗുണാതീതം വ്യക്തമേകം തുല്യം പരം